ഇന്ത്യയിലെ ആദിവാസികൾക്കും ദളിറ്റ്സിനും അവരുടെ റൈറ്റ് എന്താണ്, ഒരു മനുഷ്യൻ എന്താണ്, ഒരു ഇന്ത്യക്കാരൻ എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തി കൊടുത്തത്, അതായത് കേരളത്തിൽ നിന്ന് വന്ന ഈ കാത്തലിക്സ് അച്ഛന്മാരും ഈ പറയുന്ന കാത്തലിക് സഭയുമാണ്. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം, മലയാളി കാത്തലിക്സ് അച്ഛന്മാർ ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ മുഴുവൻ ലൈഫ് വെച്ചിട്ടാണ് ഈ കാത്തലിക്സ് അച്ഛന്മാരും അവരുടെ കന്യാസ്ത്രീകളും അവരുടെ ബിഷപ്സും ഓരോ റീജിയനിലും മനുഷ്യൻ പോലും ജീവിക്കാൻ പറ്റാത്ത ഓരോ റീജിയൻ്റെ അകത്ത് പോയി അവർ പ്രവർത്തിക്കുക. അത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. ഞാൻ ഈ വെസ്റ്റ് ആഫ്രിക്കയിലും ഈസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈ മലയാളി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, കന്യാസ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ എന്തുവാണ്, ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്യാനാണ് അവർ പോകുന്നത്. അതവരുടെ സഭ പഠിപ്പിക്കുന്ന സംഭവമാണ്. അതായത് ചാരിറ്റി ചെയ്യുക, ജനങ്ങളെ സേവിക്കുക. ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ കാത്തലിക് സഭ ഇന്ത്യയുടെ ആദിവാസി ഗ്രാമങ്ങളിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്, ഈ സംഘപരിവാറിന് ഇന്ത്യക്കകത്തും ഇന്ത്യയിലുള്ള പല ആളുകളുടെ പ്രശ്നം എന്താ? പ്രധാന പ്രശ്നം അങ്ങ് പറയാം, യഥാർത്ഥ പ്രശ്നം ഇവരുടെ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നല്ല നാച്ചുറൽ റിസോഴ്സ് ഉള്ളൊരു രാജ്യമാണ്. കൽക്കരി ആണെങ്കിലും അലൂമിനിയം ഓറാണെങ്കിലും ഇരുമ്പിൻ്റെ ഓറാണെങ്കിലും ഇഷ്ടം പോലെയുള്ള രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലിബറലൈസേഷന് ശേഷം, അതായത് മൻമോഹൻ സിംഗിൻ്റെ ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിൽ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ടങ്ങ് കൂടി. അപ്പോൾ ഈ കൽക്കരി ഇവിടെ, കാരണം അത് ഏറ്റവും പ്രധാന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് കൽക്കരിയാണ്. പിന്നെ സ്റ്റീല് വേണം, പല നിർമ്മാണ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ തുടങ്ങണം. സ്റ്റീലും പരിപാടികളൊക്കെ മനസ്സിലാക്കുക. അതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നക്സൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ നക്സൽ ആക്ടിവിറ്റീസ്, നക്സൽ ബാരി എന്ന് പറഞ്ഞ നോർത്ത് ബംഗാളിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അത് പിന്നെ അവിടുന്ന് ആൾക്കാർ ഓടിച്ച് അത് തിരിച്ച് പിന്നെ ആന്ധ്രയിലും ഈ പറയുന്ന ദണ്ഡകാരണ്യ, ഛത്തീസ്ഗഡിൻ്റെ, ജാർഖണ്ഡിൻ്റെ, ഒറീസയുടെ ആ റീജിയനിലോട്ട് കയറി വരികയാണ്. അപ്പം അവിടൊക്കെ നക്സലിസം ഉണ്ടാകാനുണ്ടായ കാരണമുണ്ട്. അല്ല വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നു ഒന്നുമല്ല നക്സലിസം. ഈ പറയുന്ന ട്രൈബൽ ലാൻഡിലാണ് ഈ കോളിൻ്റെ മൈനാണെങ്കിലും ഇരുമ്പിൻ്റെ മൈനാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും, അതായത് നാച്ചുറൽ റിസോഴ്സിൻ്റെ മൈൻസ് മുഴുവനുള്ള ഇവിടെയാണ്. ഇന്ത്യയിലെ മൈനിങ് മുതലാളിമാരെന്ന് പറയുന്ന കുടി കെട്ടി വലിയ താപ്പാനകളാണ്. അഡാനി അംബാനിയേക്കാളൊക്കെ വലിയ താപ്പാനകളാണ് അവർ.